بسم الله الرحمن الرحيم الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم والذين آمنوا واتبعتهم ذريتهم بإيمان ألحقنا بهم ذريتهم وما ألتناهم من عملهم من شيء كل امرئ بما كسب رهين. പ്രിയപ്പെട്ട സത്യവിശ്വാസി വിശ്വാസിനികളെ, സഹോദരങ്ങളെ, അളവറ്റ കൃപാലുവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം സൂക്ഷ്മതയോടെ പാലിക്കുവാനും നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തുകളെ കഴിവിൻപടി പിന്തുടരുവാനും മുത്തഖികളായി ജീവിക്കാനും മരിക്കാനും എപ്പോഴും എല്ലാവരും നിരന്തരം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയും പരമാവധി ജാഗ്രത പുലർത്തുകയും ചെയ്യണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എന്നെയും നിങ്ങളെയും. അള്ളാഹു നമ്മളെ അവൻ്റെ ഇഷ്ടദാസന്മാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ വിവരിക്കുന്ന ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഒരു സംഭവം കാണാം. വളരെയധികം ചിന്തകൾ നമുക്കുണ്ടാവേണ്ടുന്ന ഒരു കാര്യമാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയും, ബൈന നഹ്നു ജുലൂസുൻ ഇൻദ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കൽ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അപ്പൊ ഫൈദാ ഉതിയ ബി ജുമ്മാരി നഖ്ലിൻ, ഒരാള് ഒരു ഈത്തപ്പനയുടെ ചെടിയുമായി അവിടെ കയറി വന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
ഇത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന മിന ശജറത്തി ലമ ബറക്കത്തുഹു കബറക്കത്തിൽ മുസ്ലിം. മരങ്ങൾക്കിടയിൽ, മരങ്ങളുടെ കൂട്ടത്തിൽ ഒരു മരത്തിനൊരു പ്രത്യേകതയുണ്ട്. അതെല്ലാ നിലയിലും ബറക്കത്തുള്ളതാണ്, മുസൽമാനെ പോലെ. സുബ്ഹാനല്ലാഹ്, പ്രയോഗം നോക്കണേ. ആ മരം അതിൻ്റെ കൊമ്പും ചില്ലയും കായും ഇലയും പൂവും തണ്ടും തടിയും വേരും ഒക്കെ ബറക്കത്തുള്ളതാണ്. കബറക്കത്തിൽ മുസ്ലിം, മുസ്ലിമിനെ പോലെ. അപ്പൊ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കേൾക്കുന്നുണ്ട്. അദ്ദേഹം പറയാ നമ്മോട്, ഫളനന്തു അന്നഹു യഅനി നഖല. നബി ഉദ്ദേശിച്ചത് ഈത്തപ്പനയാണെന്ന് എനിക്ക് മനസ്സിലായി. ഫറത്തു അൻ അഖൂല ഹിയ നഖലത്തു യാ റസൂലല്ലാഹ്. നബി അത് ഈത്തപ്പനയല്ലേ എന്ന് ഞാൻ ചോദിക്കാൻ വിചാരിച്ച് എഴുന്നേറ്റു സദസ്സിൽ നിന്ന്. സുമ്മൽ തഫത്തു, അങ്ങനെ എഴുന്നേറ്റ് ഞാൻ ചുറ്റുപാടുകളിങ്ങനെ നോക്കിയപ്പോ ഫൈദാന ആശുറു അശറത്തിൽ, ആ കൂട്ടത്തിൽ 10 ആളുകൾ ഉണ്ടായിരുന്നു. ഞാനാണൊന്ന്, ഞാനാവട്ടെ അന അഹദസുഹും, ആ കൂട്ടത്തിൽ ഏറ്റവും ചെറുത്, പ്രായം കൊണ്ട് ചെറുത് ഞാനാണ്. അപ്പൊ ഫസക്കത്തും, ഞാൻ മിണ്ടാതെ നിന്നു. ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിയ നഖല. ആരും മറുപടി പറയാതായപ്പോ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത് ഈത്തപ്പനയാണ് കേട്ടോ. എന്താണ് ഈ സംഭവത്തിലുള്ളത്? ഒന്നുമില്ല എന്ന് നമുക്ക് പ്രത്യക്ഷത്തിൽ തോന്നാം. പക്ഷെ ഇതിന് തൊട്ട് താഴെ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി ഇതിന്റെ മറ്റൊരു ഭാഗം കൂടെ പറയുന്നുണ്ട്. അങ്ങനെ ആ സദസ്സ് പിരിഞ്ഞു. ഫലമ ഖുൽതു ലി ഉമറ, വാപ്പയോടൊപ്പം ഞാൻ ആ സദസ്സിൽ നിന്ന് തിരിച്ചു പോരുമ്പോ ഞാൻ വാപ്പയോട് പറഞ്ഞു, യാ അബത്ത, ഉപ്പ, വല്ലാഹി ലഖദ് വഖഅ ഫീ നഫ്സി അന്നഹ നഖല. ഉപ്പ, റസൂൽ അത് പറയുന്നതിന് മുമ്പ് തന്നെ അത് ഈത്തപ്പനയാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു കേട്ടോ. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫഖാല മാ മനഅക അൻ തകല്ലം. എന്നാ മോനെ അതാണ് പറയണ്ടേ, ഇജ്ജ് എന്താണ് പറയായിരുന്നു? അപ്പൊ മോന്റെ മറുപടി എന്താ അറിയോ? കാല ലം മറക്കും തക്കല്ലമൂൻ. നിങ്ങൾ വലിയ വലിയ ആൾക്കാരിരിക്കുന്ന സദസ്സിൽ, പ്രായമായ പരിചയമുള്ള പക്വതയുള്ള അറിവും കഴിവൊക്കെ ഉള്ള ആൾക്കാരിരിക്കുന്ന സദസ്സിൽ നിങ്ങളാരൊന്നും മിണ്ടണത് ഞാൻ കണ്ടില്ല. ഫകരിത്തു അൻ അത്തക്കല്ലം. അപ്പൊ ഞാൻ അവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ നിങ്ങളെക്കാളും വലിയൊരാളായിട്ട് ആളാവുമെന്ന് നിങ്ങളെങ്ങാനും തെറ്റിദ്ധരിച്ചാലോ വാപ്പ, അതുകൊണ്ട് ഞാനൊന്നും മിണ്ടാതിരുന്നതാണ്. അപ്പൊ വാപ്പ മകനോട് പറഞ്ഞു, ലഅൻ തകൂന ഖുൽതഹ. മോനെ, ആ സദസ്സിൽ നീ ആ ചോദ്യത്തിന്റെ കടങ്കഥയുടെ ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ, അഹബ്ബു ഇലയ്യ മിൻ കദാ വകദാ, ഈ ദുനിയാവ് മൊത്തം എനിക്ക് കിട്ടുന്നതിനേക്കാൾ എനിക്ക് സന്തോഷമായിരുന്നത്, ഇഷ്ടായിരുന്ന സംഗതി ഇജത് പറയലായിരുന്നു. ഇപ്പൊ നമുക്ക് ഏകദേശം കാര്യങ്ങൾ ബോധ്യപ്പെട്ടല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക്, അതായത് മതപഠന സംരംഭങ്ങളുടെ വേദികളിലേക്ക് സ്വഹാബത്ത് പോയിരുന്നത് അവരുടെ മക്കളുടെ കൈ പിടിച്ചുകൊണ്ടായിരുന്നു എന്നാണ് ഇതിന്റെ ഒന്നാമത്തെ കാര്യം. നബി തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വളർത്തിയെടുത്ത ഒരു സമൂഹം എന്നത് വല്യുപ്പയും വാപ്പയും മകനും പേരക്കുട്ടിയും അടങ്ങുന്ന 4 തലമുറയെ ഒന്നിച്ചായിരുന്നു. അവരിലെ അടിമകളും ഉടമകളും സമ്പന്നരും ദരിദ്രരും പണ്ഡിതരും പാമരന്മാരും വലിയവരും കുട്ടികളുമൊക്കെ ഒരേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശ്രദ്ധയിലുണ്ടായിരുന്നു, പരിഗണനയിലുണ്ടായിരുന്നു, പരിചരണത്തിലുണ്ടായിരുന്നു. അവർ ഓരോരുത്തരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പേര് ചൊല്ലി വിളിക്കാൻ കഴിയുന്ന സുഹൃത്തുക്കളായിരുന്നു. അവർക്കാവട്ടെ ഓരോരുത്തർക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടേത് മാത്രമാണെന്ന തോന്നലുണ്ടാക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചിരുന്നു.
പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടുന്ന ഒരു സംഗതി, ഈ തലമുറയാണ്. ഏത് തലമുറ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലുണ്ടായിരുന്ന ആ 3 വിഭാഗം, വാപ്പയും വല്യപ്പയും അടങ്ങുന്ന ഒരു തലമുറ, മക്കളാകുന്ന യുവാക്കളാകുന്ന 2ാം തലമുറ, പേരക്കുട്ടികളാകുന്ന 3ാം തലമുറ. എന്താ തലമുറയുടെ പ്രത്യേകത? ഖൈറുൻ നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും. ഇതാ ഈ 3 തലമുറയാണ് ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ടവർ, അല്ലേ? ഈ 3 തലമുറയാണ് ലോകത്തെ ഏറ്റവും മെച്ചപ്പെട്ടവർ. ആ 3 തലമുറയാണ് ലോകത്തിന് ഇസ്ലാം എന്താണ്, ഈമാൻ എന്താണ്, തഖ്വ എന്താണ്, അമലു സ്വാലിഹാത്തുകൾ എന്താണ്, ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണ്, അതുകൊണ്ടുണ്ടാവുന്ന കുടുംബത്തിലും വ്യക്തിജീവിതത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, സാംസ്കാരിക മേഖലയിലും ധാർമ്മിക മേഖലയിലും എന്തൊക്കെയാണ് അതുകൊണ്ടുണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന നേട്ടം, ലോകത്തെ നമുക്ക് സ്വാധീനിക്കാൻ കഴിഞ്ഞത് എങ്ങനെയാണ് എന്നതൊക്കെ നമുക്ക് പഠിക്കാൻ കഴിയുന്നത് ഈ 3 തലമുറയിൽ നിന്നാണ്. എന്താ പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും 5 നേരത്തെ ജമാഅത്തിന് പങ്കെടുക്കുന്നത് ഞാനാണ്, ജുമയ്ക്ക് പങ്കെടുക്കുന്നത് ഞാനാണ്, വല്ല മതപഠന ക്ലാസുകളുണ്ടെങ്കിൽ അതിൽ പങ്കെടുക്കുന്നത് ഞാനാണ്, എന്തെങ്കിലും മതസമ്മേളനങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ പണം കൊടുക്കുന്നത് ഞാനാണ്, അതിനു പോണത് ഞാൻ തന്നെയാണ്. എന്നോടൊപ്പം എൻ്റെ ഭാര്യയോ മക്കളോ പേരക്കുട്ടികളോ ഒന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷമമുണ്ടാവുണ്ടെങ്കിൽ അതിൻ്റെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ പങ്കെടുക്കാത്ത മതസംഘടന സംരംഭങ്ങളൊന്നുമില്ല. എന്റെ പണം കൊടുക്കാത്ത മതസംരംഭങ്ങൾ അതുമില്ല. പക്ഷെ എന്റെ വീട്ടിൽ നിന്ന് ഞാനല്ലാതെ മറ്റൊരാളും ഈ മേഖലയിലില്ല. എന്റെ തോൾ ചേർന്ന് നിന്ന് നമസ്കരിക്കാൻ എന്റെ മക്കളില്ല. എന്റെ തൊട്ടപ്പുറത്ത് കസേരയിൽ ഇരുന്ന് ഖുർആൻ പഠിക്കാനും കേൾക്കാനും എന്റെ മക്കളോ പേരക്കുട്ടികളോ ഇല്ല. ഒരു പരിപാടിക്ക് പോകുമ്പോൾ നമ്മുടെ കാറ് നമ്മൾ ഒറ്റക്കായിട്ട് പോവുകയാണെങ്കിലും അതിൽ അവരില്ല. എന്താണ് അതിൻ്റെ ഭവിഷ്യത്തിപ്പോ? ഞാൻ പറയണ്ടല്ലോ. 7 പേർക്ക് കയറാകുന്ന ഒരു വാഹനത്തിൽ 11 ചെറുപ്പക്കാർ കയറുന്നു, 19-20 വയസ്സുള്ളത്. വാഹനം പോയി ഇടിക്കുന്നു, അതിൽ 5 പേര് സ്പോട്ടിൽ തന്നെ മരിക്കുന്നു. ഡ്രൈവിംഗ് പരിചയമില്ലാഞ്ഞിട്ടാണെന്നും അങ്ങനെയാണെന്നും ഇങ്ങനെയാണെന്നും ഒക്കെ വിവിധ മേഖലകളിലെ വിദഗ്ധരായ ആളുകൾ ചർച്ച ചെയ്യുന്നു. പക്ഷെ ഞാൻ ചിന്തിച്ചത് എന്താണെന്നറിയോ? അതിൽ 2 കുട്ടികളും മുസ്ലിം കുട്ടികളാ, മുസ്ലിം വീടുകളിലെ കുട്ടികളാ, അല്ലേ? ആ 2 കുട്ടികൾ ആ സമയത്ത് പോയത് സെക്കൻഡ് ഷോ സിനിമക്കാണ്. അതിനെക്കുറിച്ച് മുസ്ലിം സമുദായത്തിൽ ഒരു ചർച്ചയില്ല. അത് തെറ്റായിരുന്നു. കുട്ടികൾക്ക് ദീനില്ലാത്തത് കൊണ്ടാണ്, ദീൻ പഠിപ്പിക്കുന്നിടത്ത് വന്ന വീഴ്ച കൊണ്ടാണ്, കുട്ടികളുടെ ധാർമ്മിക സദാചാര ബോധത്തിൽ കുടുംബത്തിനും മാതാപിതാക്കൾക്കും ശ്രദ്ധ കുറഞ്ഞത് കൊണ്ടാണ് എന്ന് പറയാൻ ഇവിടെ ആളില്ലാതെ പോയിരിക്കുന്നു. നമ്മുടെ മക്കൾക്ക് മരിക്കണമെന്നറിയാം, മരിക്കുമെന്നും അറിയാം. പക്ഷെ തൊട്ടു മുമ്പിൽ മരണമുണ്ട് എന്ന ഓർമ്മയിലേക്ക് നമ്മുടെ മക്കൾ എത്തിയിട്ടില്ല. അങ്ങനെ എത്താത്തതിന്റെ കാരണം എന്താ? കുട്ടികൾ 5 നേരം ജമാഅത്ത് നിസ്കരിക്കാൻ പള്ളിയിൽ പോയിക്കൊണ്ടിരിക്കുന്നവരാണ് എന്ന് പറയുന്നത് നമ്മിൽ പലർക്കും ഇപ്പോൾ അഭിമാനമല്ലാതായിരിക്കുന്നുവോ എന്ന് നമ്മളാണ് ആലോചിക്കേണ്ടത്. അവരിവിടെ ഖുർആൻ ക്ലാസ് നടത്തുന്നുണ്ട്, ഖുർആൻ ക്ലാസ് സംഘടിപ്പിക്കുന്നവരാണ്, അവരതിൽ പങ്കെടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്കിപ്പോഴെന്താണ്? അവർ ദീനി സംരംഭങ്ങളോട് താല്പര്യമുള്ളവരാണ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമ്മുടെ അഭിപ്രായം എന്താണ്? അവരുടേതല്ല. അവരിൽ നല്ല ഒരു വിഭാഗവും കൃത്യമായി നമസ്കരിക്കുന്നവരും നോമ്പെടുക്കുന്നവരുമാണ് എന്നതിൽ തർക്കവുമില്ല. പക്ഷെ അവിടെ പോലും
അതിന്റെ സൂക്ഷ്മാംശങ്ങൾ എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിക്കുന്നിടത്ത്, അതിനുള്ള വേദി ഒരുക്കുന്നിടത്ത്, അവിടെ അവരെ പങ്കെടുപ്പിക്കുന്നിടത്ത് നമ്മളുടെ പങ്ക് വളരെ തുച്ഛമാണെന്ന് പറയാതിരിക്കുന്നത് ശരിയാണോ പ്രിയപ്പെട്ടവരെ? ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്ന സംഗതി എന്താ അറിയോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞല്ലോ, മോനെ നീയാണ് അതിന്റെ ഉത്തരം പറയുന്നതെങ്കിൽ വാപ്പക്കുണ്ടാകുന്ന ഒരു സന്തോഷം ഈ ദുനിയാവ് തന്നെ കൈയടക്കി കിട്ടുന്നതിനേക്കാൾ വലുതായിരുന്നടാ എന്ന് പറഞ്ഞല്ലോ. അതെന്താണെന്നറിയോ? വലഅല്ല തമന്നി ഉമറു സബബുഹു മാ തുബിഅൽ ഇൻസാനു അലൈഹി മിൻ മഹബ്ബത്തിൽ ഖൈരി ലിനസ്ലിഹി. നന്മ തന്റെ മക്കളിൽ പരമ്പരയിൽ നിലനിന്ന് കാണണമെന്ന മനുഷ്യന്റെ സ്വാഭാവികമായ ആഗ്രഹമാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചത്. ഒന്നുകൂടെ വായിച്ചാണ്. നന്മ സ്വന്തം പരമ്പരയിൽ നിലനിന്നു കാണാനുള്ള മാതാപിതാക്കളുടെ ആഗ്രഹമാണ് ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചത്. അങ്ങനെ ഒരു ആഗ്രഹം ആധുനിക മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം എത്രമാത്രമുണ്ട്? കഴിഞ്ഞില്ല. പിന്നെ തുടരാം. വലി തെളുഹറ പിന്നെ ഫളീലത്തുൽ വലദ് ഫിൽ ഫഹ്മി മിൻ സുഗരിഹി. കുഞ്ഞുനാളിൽ തന്നെ മകന്റെ മതപരമായ വിജ്ഞാനീയം കണ്ടിട്ട് അവന് മറ്റുള്ളവർക്കു മേലുള്ള ശ്രേഷ്ഠത ആ പിതാവിനുണ്ടാക്കുന്ന അഭിമാനബോധമാണ് അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പ്രകടിപ്പിച്ചത്. ഇനിയും കഴിഞ്ഞില്ല. വലി റുബമാ തനാലുഹു ദഅവതൻ മിനൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കമാ നാല ഇബ്നു അബ്ബാസ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചല്ലോ. അതുപോലെ നബി തങ്ങളിൽ നിന്നൊരു പ്രാർത്ഥന കിട്ടാനുള്ള സന്ദർഭവും ഉണ്ടായിരുന്നു. ഇതെല്ലാം കൊണ്ടാണ് ഉമർ റളിയല്ലാഹു അൻഹു അങ്ങനെ ഒരു പ്രഖ്യാപനം അവിടെ നടത്തിയത്. എന്റെ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ട വേറെ ചില കാര്യങ്ങൾ ഈ ഹദീസിൽ നിന്ന് കിട്ടുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? ഒരുപാട് കാര്യങ്ങൾ. 10 ആളുകൾ ഇരിക്കുന്ന സദസ്സിൽ ഒരു കുഞ്ഞ്, ആ കുഞ്ഞിന്റെ ചിന്ത ഈ 10 ആളുകൾ വയസ്സായ പ്രായമായ മണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരിടയിൽ ഞാൻ സംസാരിക്കുന്നത് ശരിയല്ല എന്ന്. എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ചിന്ത നമ്മളിരിക്കുന്ന സദസ്സിൽ പ്രകടിപ്പിക്കാൻ സാധിക്കുന്നുണ്ടോ ഇല്ലയോ? അതോ അവരുടെ ശബ്ദത്തിന് മുമ്പും നമ്മുടെ ശബ്ദങ്ങൾ പലപ്പോഴും താഴ്ന്നു പോകുന്നുവോ? ആലോചിക്കണ്ടല്ലേ? ഓനൊക്കെ പഠിപ്പുള്ളതാണ്, ഓനൊക്കെ പുതിയ തലമുറക്കാരനാണ്, ഇപ്പൊ പുതിയ കുട്ടികളൊന്നും നമ്മളെ കുട്ടികളമാരിയല്ല എന്ന് നമ്മൾ പറഞ്ഞവരെ കൈയൊഴിഞ്ഞില്ലേ? പാപ്പയുടെ മിണ്ടാതിരുന്നാൽ മതി എന്നും പറയുന്ന ഒരു കാലം വരുന്നു. ഇപ്പൊ തന്നെ അമ്മമാരോടത് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അമ്മാന്റെ കാര്യം നോക്കിയാൽ മതി അല്ലേ? എന്നിട്ട് അദ്ദേഹം പറയും വഫീഹി അൽ അദബു മഅൽ അകാബിർ. മുതിർന്നവരുള്ള സദസ്സിൽ എങ്ങനെ പെരുമാറണം എന്നതിന്റെ പ്രകടമായ ഉദാഹരണമാണ് ഈ സംഭവം. വല സുഹാബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബത്തിനോട് എങ്ങനെ പെരുമാറണം എന്നതിന്റെ ഉദാഹരണം ഇവിടെയുണ്ട്. വഹയാഉൽ ഇൻസാനി ബിഹദറതിഹിം. മുതിർന്ന ആളുകളുടെ മുമ്പിൽ കുഞ്ഞുങ്ങൾ, യുവാക്കൾ, ചെറുപ്പക്കാർ പ്രകടിപ്പിക്കേണ്ടുന്ന ലജ്ജയും മാന്യതയും വിനയവും എങ്ങനെയായിരിക്കണം എന്നത് ഇവിടെയുണ്ട്. ഈ 4 കാര്യങ്ങളിൽ ഒന്നുപോലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഇപ്പോൾ നമ്മൾ പ്രായമായവർക്ക് കിട്ടുന്നില്ല എന്നത്, അല്ലെങ്കിൽ നമ്മളിലെ മുതിർന്നവർക്ക് ചെറുപ്പക്കാരിൽ നിന്ന് കിട്ടുന്നില്ല എന്നത് അവരുടെ കുഴപ്പമല്ല എന്നെങ്കിലും തിരിച്ചറിയാൻ ഈ സമുദായത്തിന്റെ പ്രായമായവർക്ക്, മാതാപിതാക്കൾക്ക്, ഉത്തരവാദപ്പെട്ടവർക്ക് സമയം അതിക്രമിച്ചിരിക്കുന്നു. നോക്കൂ, നബവി റഹ്മത്തുള്ളാഹി പറയും, ഈ ഹദീസ് വിശദീകരിച്ച് ഇമാം മുസ്ലിമിന്റെ ശറഹ് മുസ്ലിമിൽ മക്കളോട് മാതാപിതാക്കൾ പാലിക്കേണ്ടുന്ന, പുലർത്തേണ്ടുന്ന ചില ബാധ്യതകളുണ്ട്. അതിലൊന്ന് അത്തർബിയത്തു വല ഹുസ്നുൽ അദബി വൽ അഖ്ലാഖ്. മക്കളെ സൽസ്വഭാവികളും അച്ചടക്കമുള്ളവരുമാക്കി മാറ്റണം, അങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. 2 അത്തർബിയത്തു അലാ ഹഖീഖത്തിൽ ഈമാൻ. ഈമാനിന്റെ യാഥാർത്ഥ്യം മക്കൾക്ക് ജീവിതത്തിലൂടെ ബോധ്യപ്പെടുത്തി കൊടുക്കണം. വഗർസുൽ അഖീദത്തു ഫീ ഖൽബി.
കുഞ്ഞുനാളിൽ തന്നെ മക്കളുടെ മനസ്സിൽ ശരിയായ തൗഹീദി ആദർശം ഉറപ്പിച്ചു നിർത്താൻ, നട്ടുപിടിപ്പിക്കാൻ മാതാപിതാക്കൾക്ക് കഴിയണം. തൗഹീദ് ഉൾക്കൊണ്ട അല്ലാഹ് ആരാധനകൾ നിർവഹിക്കാൻ അവന് പ്രേരണയുണ്ടാവണം, അവിടേക്ക് നിർദ്ദേശങ്ങൾ ഉണ്ടാവണം. തഅലീമുൽ വലദി അല സ്വലാത്തി, നമസ്കാരം മക്കളെ പഠിപ്പിക്കണം. ഫളലുഹ, അതിന്റെ പ്രാധാന്യം ശ്രേഷ്ഠത പഠിപ്പിക്കണം. വകൈഫിയതുഹ, അതിന്റെ രൂപം കൃത്യമായി മാതാപിതാക്കൾ പഠിപ്പിക്കണം, മദ്രസയിലെ ഉസ്താദ് പഠിപ്പിക്കണം, പള്ളി മെമ്പർമാർ ഖുതുബ നടത്തണോ പഠിപ്പിക്കണം എന്നല്ല പറഞ്ഞ്, മാതാപിതാക്കൾ പഠിപ്പിക്കണം. വതഅലീമുൽ വലദി ആദാബു തആമുലി മഅൻ നാസ്, മറ്റു മനുഷ്യരോട് എങ്ങനെ പെരുമാറണമെന്ന് മാതാപിതാക്കൾ പഠിപ്പിക്കണം. ഖാല നബവി റഹ്മത്തുള്ളാഹി അലൽ അബി, ബാപ്പയുടെ ബാധ്യതയാണ് തഅദീബു വലദിഹി വതഅലീമുഹു മാ യഹ്താജു ഇലൈഹി മിൻ വലായിഫിദ്ദീൻ, മതപരമായ ഓരോ ഉത്തരവാദിത്തങ്ങളും അതാത് സമയത്ത് കൃത്യമായി നിർവഹിക്കേണ്ടത് എങ്ങനെയെന്ന് മക്കളെ പഠിപ്പിക്കേണ്ടത് പിതാവിന്റെ ബാധ്യതയാകുന്നു. കഴിഞ്ഞില്ല. വഹാദ തഅലീമു വാജിബുൻ അലൽ അബി വസാഇരിൽ ഔലിയ, ഇത് ബാപ്പക്കും മറ്റു ബന്ധപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ടവർക്കും നിർബന്ധമാകുന്നു പഠിപ്പിക്കൽ. ഖബ്ല ബുലൂഗി സബിയ്യി വസ്വബിയ്യ, ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും അവർ സ്വന്തം നിലക്ക് നിലനിൽക്കാൻ കഴിയുന്നവരാകുന്നതിന് മുമ്പേ ഇതവർ പഠിപ്പിക്കൽ നമുക്ക് ബാധ്യതയാകുന്നു. നമ്മൾ 4ാം ക്ലാസ്സിൽ മദ്രസയിൽ പോക്ക് നിർത്തും, എന്നിട്ട് നമ്മൾ കരാട്ടേക്ക് പറഞ്ഞേക്കും, നമ്മൾ കളരിക്ക് പറഞ്ഞേക്കും, നമ്മൾ ഫുട്ബോൾ കോച്ചിങ്ങിന് പറഞ്ഞേക്കും, നമ്മൾ ക്രിക്കറ്റ് കോച്ചിങ്ങിന് പറഞ്ഞേക്കും, നമ്മൾ രാവിലെയും വൈകുന്നേരം ഉച്ചക്കും രാത്രിയും ഒക്കെ ട്യൂഷന് പറഞ്ഞേക്കും, മദ്രസയുടെ മുമ്പ് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കും മക്കള്. അതിനിടയിൽ ഇതേപോലെ വല്ല ലോറിയും വന്നാൽ ബസ്സും വന്നാൽ, പ്രിയപ്പെട്ടവരെ, വേദനിപ്പിക്കാൻ വേണ്ടിയല്ല, ചിലതൊക്കെ നമ്മൾ പഠിച്ചേ മതിയാകൂ. ഈ അലസത, ഈ അവഗണന, ഈ പരലോകത്തോടുള്ള നിസാരവൽക്കരണം, ഇത് നമ്മളെ അപകടത്തിലാക്കും. ഇതിന്റെ ദുരിതവും ദുരന്തവും നമ്മൾ ഇപ്പോൾ തന്നെ വേണ്ടുവോളം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇമാം നവവി അത്ര പറഞ്ഞു നിർത്തിയപ്പോ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി പറഞ്ഞതറിയോ? വളൽ ഉമ്മി കുട്ടിക്ക് വാപ്പയില്ല, അനാഥനായിട്ടാണ് വളരുന്നതെങ്കിൽ ഈ ഉത്തരവാദിത്തമൊക്കെ നിർവഹിക്കേണ്ടത് ഉമ്മയാണ്, അവർക്കും അത് നിർബന്ധമാണ്. വിശ്വാസ ജീവിതത്തിന്റെ സകല മേഖലകളിലുള്ള മര്യാദകൾ മക്കളെ പഠിപ്പിക്കൽ ബാധ്യതയാണ്, നിർബന്ധം. ഏതൊക്കെ? ഫിൽ മഅ്കലി വൽ മശ്റബി വൽ മൽബസി വൽ നൗമി വൽ ഖുറൂജി മിനൽ മൻസിലി വദ്ദുഖൂലി ഫീഹാ വറുകൂബിൽ മർകബാതി വഗൈരിഹാ. ഭക്ഷണം കഴിക്കേണ്ടത് എങ്ങനെ, വെള്ളം കുടിക്കേണ്ടത് എങ്ങനെ, വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെ, ഉറങ്ങേണ്ടത് എങ്ങനെ, ഉണരേണ്ടത് എങ്ങനെ, വീട്ടിൽ നിന്ന് പുറത്തിറങ്ങേണ്ടത് എങ്ങനെ, വീട്ടിലേക്ക് കയറേണ്ടത് എങ്ങനെ, വാഹനത്തിൽ കയറേണ്ടത് എങ്ങനെ എന്നൊക്കെയുള്ള ഇസ്ലാമിക മര്യാദകൾ മക്കളെ പഠിപ്പിക്കൽ നമുക്ക് ബാധ്യതയാണ്. കഴിഞ്ഞില്ല. ഇസ്ലാമിനു വേണ്ടി, അതിന്റെ നയനിലപാടുകൾക്ക് വേണ്ടി സ്വയം സമർപ്പിത ജീവിതം നയിക്കാൻ, സൽസ്വഭാവങ്ങളോട് ആദരവും ശ്രേഷ്ഠതയുമുള്ള ആവേശമുള്ള മക്കളാക്കി അവരെ വളർത്തിക്കൊണ്ടുവരാൻ, അതവരുടെ മനസ്സിൽ നട്ടുപിടിപ്പിക്കാൻ കഴിഞ്ഞില്ല. എല്ലാ നീചവൃത്തികളിൽ നിന്നും ദുസ്വഭാവങ്ങളോടും മക്കൾക്ക് അറപ്പും വെറുപ്പും അകൽച്ചയും ഉണ്ടാക്കുന്ന രൂപത്തിൽ അവരെ വളർത്തിക്കൊണ്ടുവരൽ മാതാപിതാക്കളുടെ ബാധ്യതയാകുന്നു. നോക്കൂ നിങ്ങള്, അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു പറയും, പിന്നെ കഫാ ബിൽ മർഇ ഇസ്മൻ അൻ യുളയ്യ മൻ യഖൂത്ത്, താൻ ഭക്ഷണം കൊടുത്തു വളർത്തുന്ന, താൻ ഭക്ഷണം കൊടുത്തു വളർത്തേണ്ടുന്ന ബാധ്യതയുള്ള തന്റെ ആശ്രിതരായ ഓരോരുത്തരുടെയും ഒരാളുടെയെങ്കിലും ജീവിതത്തിൽ വിശ്വാസ മേഖലയിൽ ഉണ്ടാകുന്ന വഴികേട്, നഷ്ടം,
അത് ആ കുടുംബനാഥൻ പാപിയായി തീരാൻ മതിയായ കുറ്റമാകുന്നു എന്ന് അബൂദാവൂദ് റഹിമഹുല്ലാഹ് റിപ്പോർട്ട് ചെയ്യുന്ന സ്വഹീഹായ വചനത്തിൽ നമുക്ക് കാണാം. അതോട് പ്രിയപ്പെട്ടവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ മർഉ അലാ ദീനി ഖലീലിഹി, മനുഷ്യൻ ആരോടാണോ കൂട്ടുകൂടുന്നത് അവനെപ്പോലാകും. ഫൽയൻളുർ അയ്യുക്കും മൻ യുഖാലിൽ, ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ എന്ന് നിങ്ങൾ ഓരോരുത്തരും പരിശോധിക്കുക. ഈ കൂട്ടുകെട്ട് എവിടെ കൊണ്ട് ചെന്നെത്തിക്കുമെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കൾ അറിയാൻ പരിശുദ്ധ ഖുർആൻ സൂറത്ത് തൂറിന്റെ 21-ാമത്തെ ആയത്തിൽ പറയും, വല്ലദീന ആമനു വത്തബഅതുഹും ദുർരിയ്യതുഹും ബിഈമാനിൻ അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും വമാ അലത്നാഹും മിൻ അമലിഹിം മിൻ ശൈഅ. ഈമാനോടുകൂടി ജീവിക്കുന്ന മാതാപിതാക്കൾ, വത്തബഅതുഹും ദുർരിയ്യതഹും ബിഈമാനിൻ, ആ ഈമാനോടുകൂടി മാതാപിതാക്കളെ പിന്തുടരുന്ന മക്കൾ ഉണ്ടെങ്കിൽ, മാതാപിതാക്കൾ ഉയർന്ന തഖ്വയുള്ളവരാണ്, മക്കൾ അത്രയും തഖ്വയും ഈമാനും ഇല്ലാത്തവരാണെങ്കിലും അൽഹഖ്നാ ബിഹിം ദുർരിയ്യതഹും, ആ മാതാപിതാക്കൾ അവർക്ക് വേണ്ടി സഹിച്ച കഷ്ടപ്പാടുകളും പ്രാർത്ഥനയും മുഖേന ഈമാനോടുകൂടി ജീവിച്ച ചില്ലറ വീഴ്ചകളൊക്കെ മക്കൾക്കുണ്ടെങ്കിലും ആ വീഴ്ചകളൊക്കെ പരിഹരിച്ച് അവരുടെ നന്മകൾക്ക് ഈ മാതാപിതാക്കളുടെ പ്രതിഫലത്തിന് തുല്യമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തി ഈ മാതാപിതാക്കളോടൊപ്പം സ്വർഗപ്രവേശനം നൽകും. വമാലത്തിനാഹും മിൻ അമലിഹിം മിൻ ശൈഇൻ, ഒരു കുഴപ്പവും അവർ ചെയ്ത ഒരു കർമ്മത്തിന് ഒരല്പവും പ്രതിഫലം അല്ലാഹു നഷ്ടപ്പെടുത്തുകയില്ല. ഇത്രയും പറഞ്ഞിട്ട് അല്ലാഹു പറഞ്ഞത് കുല്ലുംരിഇൻ, എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളിൽ ഓരോരുത്തരും മാതാപിതാക്കൾ നല്ലവരാണെന്ന് വിചാരിച്ച് മക്കൾ നല്ലവരാണെന്ന് വിചാരിച്ച് മാതാപിതാക്കളോ പരലോകരക്ഷ മോഹിക്കരുത്. നിങ്ങളിൽ ഓരോരുത്തരും കുല്ലുംരിഇൻ ബിമാ കസബ റഹീൻ, എന്താണോ അവനവൻ സമ്പാദിച്ചത് അതിൻ്റെ പണയമായിട്ടായിരിക്കും വരിക. നന്മയാണ് സമ്പാദിച്ചത് എങ്കിൽ അതിൻ്റെ ഗുണം, തിന്മയാണ് സമ്പാദിച്ചത് എങ്കിൽ അതിൻ്റെ ഫലവും അതിൻ്റെ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മാതാപിതാക്കൾ തിരിച്ചറിവുള്ളവരാവണം, പ്രിയപ്പെട്ട മക്കൾ തിരിച്ചറിവുള്ളവരാണ്. മക്കളെ ഏത് വളവിലും ഏത് സെക്കൻഡിലും ഏത് രൂപത്തിലും ഇടിച്ചു കയറുകയാണ് മരണം. KSRTC അല്ല, ഇടിച്ചു കയറുകയാണ് മരണം. ഇറങ്ങിപ്പോകുന്നത് തിരിച്ചു വരാനുള്ളതാണ് എന്ന് ഉറപ്പിക്കാൻ പറ്റാത്ത കാലമാണ് ഇപ്പോൾ എന്നത് മറ്റെല്ലാരെക്കാളും കൂടുതൽ നമുക്കറിയാം. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളെ പഠിപ്പിച്ച സംഗതി ഉണ്ടല്ലോ, സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ. അല്ലാഹുവേ, ഈ 1 ഇഞ്ച് വണ്ണമുള്ള പൈപ്പിലൂടെ ഞങ്ങളെ കൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല, ഇത് ഞങ്ങൾക്ക് നീ കീഴ്പ്പെടുത്തി തന്നതാണ്, നീയാണ് പരിശുദ്ധൻ, ഇത് ഞങ്ങളെ കൊണ്ട് ഒതുക്കി നിർത്താൻ കഴിയില്ല. വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഇതെവിടെയെങ്കിലും ഇടിച്ചു കയറിയാൽ, ഇതിലേക്ക് വല്ലതും ഇങ്ങോട്ട് വന്ന് ഇടിച്ചു കയറിയാൽ, റബ്ബേ ഞങ്ങൾ നിന്നിലേക്കാണ് മടക്കപ്പെടുക എന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നത്, ഇതിൽ കയറുന്നത്, ഇത് ഓടിക്കുന്നത് എന്ന ഒരു തിരിച്ചറിവിലേക്ക് നമ്മളുടെ മക്കളെ കൊണ്ടുചെന്ന് എത്തിച്ചിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ, അപകടകരമായ ഒരു പരലോകം, അപമാനത്തിന്റെ പരകോടിയിൽ നമ്മൾ നിൽക്കേണ്ടി വരുമെന്നത് മുഅ്മിനീങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മതപഠന സംരംഭങ്ങൾ ഒരുക്കുന്നതിൽ പൈസ കൊടുക്കൽ മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തം. ഞാൻ അവിടെ പോകും, കാരണം എനിക്ക് 75 വയസ്സായി, എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാൻ അവിടെ പോകും, ഞാൻ അതിന് പൈസയും കൊടുക്കും. നമ്മൾ പോകുന്നുണ്ട്, പക്ഷെ എൻ്റെ മക്കളില്ല, എൻ്റെ പേരക്കുട്ടികളില്ല, അല്ലേ? അതല്ല അവസ്ഥ. ആ ഒരവസ്ഥക്ക് മാറ്റം വന്ന് സംഘടനാ സംവിധാനത്തിൽ ഓരോ സംഘടനകളും അതിൻ്റെ ഉയർന്ന തലത്തിലും താഴെ തലത്തിലും പ്രൊഫഷണൽസിനും അറബി വിദ്യാർത്ഥികൾക്കും ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കും അതിൻ്റെ താഴെയുള്ള കുട്ടികൾക്കും ഒക്കെ വേണ്ടി പ്രത്യേകം മതപഠന സംരംഭങ്ങൾ നിരന്തരമായി ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ എല്ലായിടത്തും പങ്കെടുക്കുന്നത് ഒരേ ആളുകൾ തന്നെയാണ് എന്നത് ഇപ്പറഞ്ഞ കാര്യങ്ങളുമായി കൂട്ടിവെച്ച് നമ്മൾ വായിക്കുക, തിരിച്ചറിവുള്ളവരാവുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹിൽ വാഹിദിൽ ഖഹാർ
العزيز الغفار له الكتاب وإليه الإياب وعليه الحساب اللهم صل وسلم وبارك على محمد وعلى آل محمد كما صليت وباركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أيها الإخوان اتقوا الله وكونوا عباد الله ബഹുമാന്യരെ അള്ളാഹുവിൻ്റെ വിനീത വിധേയരായി ഈമാനോടെ തഖ്വയോടെ ജീവിച്ചു മരിക്കുവാൻ ജീവിതത്തിൽ അങ്ങോളം ഇങ്ങോളം പരമാവധി പരിശ്രമിക്കുക, പ്രാർത്ഥിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമസ്കാരത്തിൻ്റെ ഫർളുകളാണ് നമ്മളുടെ ചർച്ചയിൽ വന്നത്. തക്ബീറത്തുൽ ഇഹ്റാമും അതിൻ്റെ ഫളായിലും അതോടൊപ്പം നമസ്കാരത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ജമാഅത്തിൽ പങ്കെടുക്കുന്നവർ റുക്കൂഇലോ സുജൂദിലോ വന്നു ചേരുമ്പോൾ തക്ബീറത്തുൽ ഇഹ്റാമിന് പുറമെ ആ ചടങ്ങിലേക്ക് പോകുന്ന തക്ബീർ കൂടി ചൊല്ലണം എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച മനസ്സിലാക്കിയവരാണ്. നമസ്കാരത്തിന്റെ ഫർദുകളിൽ തക്ബീറത്തുൽ ഇഹ്റാം കഴിഞ്ഞാൽ വരുന്നത് ഫാത്തിഹ ഓതലാണ്. ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഫാത്തിഹത്തുൽ കിതാബ്, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി സൂറത്തുൽ ഫാത്തിഹ, ലാ സ്വലാത്ത ലിമൻ ലം യഖറ ബി ഉമ്മിൽ കിതാബ്, മൻ ലം യഖറ ബി ഫാത്തിഹത്തുൽ കിതാബി ഫഹുവ ഖദാജ് 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 എന്നിങ്ങനെ ഫാത്തിഹ ഓതാത്തവന് നമസ്കാരമില്ല, ഫാത്തിഹ ഓതാത്തന്റെ നമസ്കാരം സ്വീകരിക്കുകയില്ല, ഫാത്തിഹ ഓതാത്തന്റെ നമസ്കാരം അപൂർണമാണ് എന്നിങ്ങനെ 10ഓളം ഹദീസുകൾ വന്നിട്ടുണ്ട്. അപ്പൊ പ്രിയപ്പെട്ടവർ, ഏത് നിലയിലും ഫാത്തിഹ, ഇതിന്റെ പ്രാധാന്യം നമുക്കറിയാം. എന്നാൽ ജമാഅത്ത് നമസ്കാരങ്ങളിൽ ഫാത്തിഹ ഓതേണ്ടതുണ്ടോ ഇല്ലയോ എന്നത് വ്യത്യസ്ത വീക്ഷണങ്ങളുള്ള വിഷയമാണ്. ഓതണം എന്നത് തന്നെയാണ് അതിന് ഏറ്റവും ഉത്തമമായ മാർഗം. റുക്കൂഴിൽ വന്നു ചേരുന്ന ആൾക്ക് ഓതേണ്ടതില്ല എന്നത് ശരിയായ റിപ്പോർട്ടുമാണ്. അതൊരു തർക്കത്തിലേക്കോ ചർച്ചയിലേക്കോ സംശയത്തിലേക്കോ പോകേണ്ടതില്ല. നമ്മൾ പറയേണ്ടുന്ന ഒരു സംഗതി, ഫാത്തിഹ സൂറത്തിന് വിശുദ്ധ ഖുർആൻ തന്നെ പേരിട്ടത് സബഅം മിനൽ മസാനി എന്നാണ്. ആവർത്തിക്കപ്പെടുന്ന 7 വചനങ്ങൾ. ആ 7 വചനങ്ങളിൽ ഒന്നാമത്തേത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ്. പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ടതുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതാണ് ഫാത്തിഹയിലെ ആദ്യത്തെ വചനം. അതുകൊണ്ട് അത് പാരായണം ചെയ്തേ മതിയാകൂ. എന്നാൽ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നത് ഫാത്തിഹയിലെയോ മറ്റേതെങ്കിലും ഒരു അധ്യായത്തിലെയോ വിശുദ്ധ ഖുർആനിലെയോ ഒരു ആയത്തല്ല. അതേ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചിട്ടുണ്ട്, വഇദാ ഖറഅതൽ ഖുർആന ഫസ്തഅദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ചെയ്യുകയാണെങ്കിൽ പിശാചിൽ നിന്ന് ശരണം തേടണം. ആ രൂപം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്നാണ്. അത് ഫാത്തിഹയിലെ ആയത്തല്ല, എന്നാലും അത് പാരായണം ചെയ്യേണ്ടതും ഉണ്ട് താൻ. ബിസ്മി ഓതേണ്ടത് എങ്ങനെ എന്ന ചോദ്യത്തിന് നമുക്ക് പരിശോധിക്കുമ്പോൾ കിട്ടുന്ന മറുപടി, കാനൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലാ യജ്ഹറു ബിൽ ബസ്മല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ബിസ്മി ഉറക്കെ ഓതാറുണ്ടായിരുന്നില്ല. വകാന യജ്ഹറു ബി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ മുതലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫാത്തിഹ ഉറക്കെ ഓതിയിരുന്നത് എന്നിങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ ഉള്ളത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യഖറഉ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതും ശരിയായ റിപ്പോർട്ട് തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിസ്മി ഉറക്കെ ഓതാറുണ്ടായിരുന്നു എന്നത്. പക്ഷെ അത് മക്ക ജീവിതകാലത്തായിരുന്നു, മദീന ജീവിതത്തിലല്ല. ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉറക്കെ ഓതിയിരുന്നു ബിസ്മി. പക്ഷെ മദീനയിൽ വന്നതിന് ശേഷം ഉറക്കെ ഓതിയിട്ടില്ല എന്നതാണ് മദീനയിൽ നിന്നും വന്ന റിപ്പോർട്ടുകൾ. അക്കാലത്ത് മദീനയിൽ വന്നതിന് ശേഷം വന്ന റിപ്പോർട്ടുകളൊക്കെയും പഠിപ്പിക്കുന്നത് ബിസ്മി പതുക്കെയാണ് ഓതേണ്ടത് എന്നാണ്. അപ്പൊ മൂനിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഫാത്തിഹ നിർബന്ധമാണ്. ഓരോ റക്അത്തിലും ഫാത്തിഹ ഓതുമ്പോൾ ബിസ്മി നിർബന്ധമായും ഓതിയിരിക്കണം. ബിസ്മി എന്നാൽ ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വല്ലൈതു ഖൽഫൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ ഉമർ ഉസ്മാൻ അലി, ഞാൻ നബിയുടെയും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഉസ്മാന്റെയും അലിയുടെയും റളിയല്ലാഹു അൻഹും അജ്മഈൻ പിന്നിൽ നമസ്കരിച്ചിരുന്നുണ്ട്. വകാനു ലാ യജ്ഹറൂന ബിൽ ബസ്മല, അവരൊന്നും ബിസ്മി ഉറക്കെ ഓതിയിരുന്നില്ല എന്ന് സ്വഹീഹായ റിപ്പോർട്ടുകളുണ്ട്. അപ്പൊ ഉറക്കെ ഓതിയിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഓതിയിരുന്നില്ല എന്നല്ല, പതുക്കെ ഓതിയിരുന്നു എന്നാണ് കിട്ടുക. കാരണം അത് അതിലെ ഒരു ആയത്താണ്. അതുകൊണ്ട് അത്
കൃത്യമായി പഠിച്ചു വെക്കുക, കൃത്യമായി മനസ്സിലാക്കുക. ഫാത്തിഹയുടെ പ്രാധാന്യത്തോളം പ്രാധാന്യം കൊടുക്കേണ്ടുന്ന വിശുദ്ധ ഖുർആനിലെ നമസ്കാരവുമായി ബന്ധപ്പെട്ട് മറ്റൊരധ്യായമില്ല. അത് വ്യക്തിയായി മനസ്സിലാക്കുക, അക്കാര്യം നടപ്പിൽ വരുത്താൻ ശ്രമിക്കുക. നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മക്കളിലേക്കും പേരക്കുട്ടികളിലേക്കും ഒക്കെ ഇത് കൃത്യമായി പഠിപ്പിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മൾ ആരും ഉറക്കെ ബിസ്മി ഓതുന്നില്ല, കുഞ്ഞുമക്കൾ അതൊട്ട് കേൾക്കുന്നില്ല. മക്കളുടെ മനസ്സിൽ വാപ്പ പള്ളിക്കത്തെ ഖത്തീബാണ്, ഇമാമാണ്, പള്ളി കമ്മിറ്റി സെക്രട്ടറിയാണ്, നിരന്തരം ഖുർആൻ ഓതിയുന്ന ആളാണ്, ഞാൻ പാപ്പാൻ്റെയും വല്യപ്പാൻ്റെയും മുന്നിൽ കുറെ കാലം നിസ്കരിച്ചിട്ടുണ്ട്, ഓലൊന്നും ബിസ്മി ചൊല്ലിയിട്ടില്ല എന്നൊരു ചിന്തയുണ്ടാവാതിരിക്കാൻ അവരെ ഈ കാര്യങ്ങൾ കൃത്യമായി ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ ശരിയായ ദീനീ നിലവാരത്തിന് ആവശ്യമായ സംരക്ഷണം നൽകി നമ്മളെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാ തരത്തിലുമുള്ള വിശ്വാസ വൈകല്യങ്ങളിൽ നിന്നും തൊട്ടു മുമ്പിൽ മരണമുണ്ട് എന്ന ഭയപ്പാടോടുകൂടിയുള്ള തിരിച്ചറിവോടുകൂടി തിരിഞ്ഞു നടക്കാൻ ശുദ്ധ സ്വഭാവികളായി, സൽസ്വഭാവികളായി, ഈമാനുള്ള, തഖ്വയുള്ള, തൗഹീദുള്ള, സുന്നത്തുള്ളവരായി, ഇബാദത്തുകളിൽ പരമാവധി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നവരായി ജീവിച്ച് മരിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എപ്പോഴും മരണം മുമ്പിലുണ്ട് എന്ന ചിന്തയിൽ അള്ളാഹുവിലേക്ക് കിട്ടുന്ന ഓരോ നിമിഷവും കൂടുതൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കാനുള്ള തൗഫീഖ് റഹ്മാനായ റബ്ബ് നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ഈ ഉമ്മത്തിൻ്റെ ഭാവി ഏറ്റെടുക്കാൻ വളർന്നു വരുന്ന നമ്മുടെ യുവാക്കളെയും യുവതികളെയും പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെയും റഹ്മാനായ റബ്ബേ ഈമാനോട്, തഖ്വയോട്, തൗഹീദിനോട്, സുന്നത്തിനോട്, ദീനുൽ ഇസ്ലാമിനോട്, പരിശുദ്ധ ഖുർആനോട്, സുന്നത്തിനോട്, അതിൻ്റെ നിയമനിർദ്ദേശങ്ങളോട് ആദരവും ബഹുമാനവും ആവേശവും സ്നേഹവും ഉള്ളവരാക്കി വളർത്തിക്കൊണ്ടുവരണമേ റഹ്മാനെ. ചുറ്റുപാടുകളിൽ നടക്കുന്ന എല്ലാ വിധത്തിലുള്ള പൈശാചിക ദുസ്വഭാവങ്ങളിൽ നിന്നും ഞങ്ങളുടെ മക്കളെ, ഞങ്ങളുടെ ഭാവി തലമുറയെ രക്ഷപ്പെടുത്തിയെടുക്കണമേ റഹ്മാനെ. പിശാചിനെ അവരിൽ നിന്ന് അകറ്റി നിർത്തണമേ റഹ്മാനെ. അവരെ പിശാചിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യണമേ റഹ്മാനെ. ഞങ്ങളുടെ മക്കളുടെ ഈമാനികമായ ജീവിതം കണ്ട് കൺകുളിർമയോട് ദുനിയാവിനോട് വിട പറയാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, പ്രിയപ്പെട്ടവർ, മുൻഗാമികൾ ഞങ്ങൾക്ക് നൽകിയ ഈ തൗഹീദിനെയും സുന്നത്തിനെയും ഞങ്ങളുടെ ശേഷവും നിലനിർത്താൻ ഇവിടെ ആളുണ്ട് എന്ന് ഉറപ്പിക്കാനുള്ള സാമൂഹ്യ സാഹചര്യം സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ റഹ്മാനെ. അത്തരം സന്ദർഭങ്ങളിൽ, ദീനീ പഠന സംരംഭങ്ങളിൽ ഞങ്ങളുടെ മക്കൾക്ക് പങ്കെടുക്കാനുള്ള സാഹചര്യവും സന്മനസ്സും നൽകണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി വയാ ഖാലിയൽ ഹജാത്ത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം واغفر لنا ذنوبنا وخطايانا يا غافر المذنبين. وصلى الله وسلم على محمد.